മുറിഞ്ഞകല്ല് ജംഗ്ഷന് സമീപമുള്ള ഗുരുമന്ദിരത്തിന് മുന്നിലായിരുന്നു പുലർച്ചെ 4 മണിയോടെ കാറും ബസ്സും കൂട്ടിയിടിച്ച് അപകടമുണ്ടായത്. സ്ഥിരം അപകടം നടക്കുന്ന പാതയാണിതെന്ന് നാട്ടുകാർ പറയുന്നു. മല്ലശ്ശേരി സ്വദേശികളായ മത്തായി ഈപ്പൻ, അനു, നിഖിൽ, ബിജു പി ജോർജ് എന്നിവരാണ് മരിച്ചത്. നിഖിലിന്റെ പിതാവാണ് മത്തായി ഈപ്പൻ, അനുവിന്റെ പിതാവാണ് ബിജു പി ജോർജ്. 8 വർഷത്തോളം പ്രണയിച്ച ശേഷം ഇക്കഴിഞ്ഞ നവംബർ 30-നായിരുന്നു നിഖിലിന്റെയും അനുവിന്റെയും വിവാഹം നടന്നത്. തിരുവനന്തപുരത്തെ വിമാനത്താവളത്തിൽ നിന്ന് സ്വീകരിച്ച് പത്തനംതിട്ടയിലെ വീട്ടിലേക്ക് മടങ്ങുമ്പോഴായിരുന്നു അപകടം. വീടിന് 7 കിലോമീറ്റർ അകലെ വെച്ചാണ് അപകടമുണ്ടായത്. 3 പേർ തൽക്ഷണം അപകടസ്ഥലത്ത് തന്നെ മരിച്ചു. ജീവന്റെ തുടുപ്പുണ്ടായിരുന്ന അനുവിനെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകും വഴിയാണ് മരിച്ചത്. 4 പേരുടെയും മൃതദേഹങ്ങൾ തുടർ നടപടികൾക്കായി പത്തനംതിട്ട ജില്ലാ ആശുപത്രിയിലേക്ക് മാറ്റി. പുനലൂർ പൊൻകുന്നം മൂവാറ്റുപുഴ സംസ്ഥാന പാതയുടെ നിർമ്മാണം പൂർത്തിയായിട്ട് 1 വർഷമായി. മുറിഞ്ഞകല്ല് ജംഗ്ഷനിൽ അപകടങ്ങൾ സ്ഥിരമായി നടക്കുകയാണ്. റോഡിന്റെ മിനുസം കാരണം വാഹനങ്ങൾ തെന്നിമാറിയാണ് അപകടങ്ങൾ ഏറെയും സംഭവിക്കുന്നതെന്ന് നാട്ടുകാർ വ്യക്തമാക്കുന്നു. അതേസമയം സംഭവം വേദനാജനകമെന്ന് മന്ത്രി കെ ബി ഗണേഷ് കുമാർ പറഞ്ഞു. നമ്മുടെ അശ്രദ്ധ കൊണ്ടാണ് അപകടങ്ങൾ ഉണ്ടാകുന്നതെന്നും ശ്രദ്ധിക്കണമെന്നും മന്ത്രി വ്യക്തമാക്കി. അപകടങ്ങൾ വർദ്ധിക്കുന്ന സ്ഥിതിവിശേഷം മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ടെന്നും ഗണേഷ് ചൂണ്ടിക്കാട്ടി. അപകടത്തിൽ സ്ഥലം MLA KU ജനീഷ് കുമാറും ദുഃഖം രേഖപ്പെടുത്തി. സി മലയാളം ന്യൂസ്, പത്തനംതിട്ട, തിരുവനന്തപുരം. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം.